ലോകം ഉണ്ടാക്കിയത് യേശു കർത്താവാണ്. പക്ഷെ ലോകം അവനെ അറിഞ്ഞില്ല. സ്വന്തത്തിലേക്ക് അവൻ വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിനകത്തൊരു ലോകമുണ്ട്, അതിൻ്റെ പേര് ലൗകികത എന്നാണ്. അതിന് യേശുവിനെ അറിയാൻ പറ്റുകയില്ല. അവൻ്റെ സ്വന്തമാണ് നമ്മൾ. പക്ഷെ നമ്മുടെ സെൽഫ് നമ്മുടെ സ്വന്തമാക്കി. ആ സെൽഫ് നമ്മൾ അവന് സ്വന്തമാകുന്നതിന് തടസ്സമായി നിന്നു. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. പിശാച് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ലോകത്തിലെ മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ ചെയ്തു തരാം. കണ്ടോ, ലോകത്തിലെ ലൗകികത കാണിച്ചാണ് അവൻ ചതിക്കുന്നത്. കർത്താവ് പറഞ്ഞ്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ, ഇവിടെ വിശ്വസിച്ചിറങ്ങിയ അബ്രഹാമിന് ലോകാവകാശിയാക്കുമെന്ന് വാഗ്ദത്തം കൊടുത്ത ഞാനാ. ആ എന്നെയാണോ നീ ചതിക്കാൻ നോക്കുന്നത്? അവൻ്റെ സ്വന്തമാണ് ഞാൻ, അവൻ്റെ പ്രിയയാണ് ഞാൻ. മറുവശത്ത് ഞാൻ അവനുള്ളവൾ, അവൻ എനിക്കുള്ളവൻ. അങ്ങനെ ഇരിക്കെ ആ മനോഹരമായ സ്നേഹവും വാത്സല്യവും കളഞ്ഞിട്ട് എൻ്റെ നശിച്ചു പോകുന്ന ഇടുങ്ങിയ സ്വയത്തിലേക്ക് ഞാൻ ചുരുങ്ങുമോ? ദൈവമകൻ എന്നുള്ള പദവി ഞാൻ വേണ്ടെന്ന് വയ്ക്കുമോ?